നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും? കുഞ്ഞ് ഇന്നു മുതൽ നിന്റേതല്ല. മാതാവ് ചോദിച്ചു, കുഞ്ഞ്, ഈ കിരീടങ്ങളിൽ ഏതാണ് നിനക്ക് വേണ്ടത്? നീ ഒരുപാട് പ്രലോഭനങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ അഭിഷേകം കിട്ടുന്നത് നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും എന്ന് ധ്യാനിക്കാനുള്ള ഒരു അഭിഷേകമാണ് കിട്ടുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കൾ നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്, അച്ഛാ, ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാനാവുന്നില്ല, ഞങ്ങളുടെ മക്കൾ മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു, കുടുംബം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ചീത്ത ബന്ധങ്ങൾ ഞങ്ങളുടെ മക്കളുടെ മേലുണ്ട്, ഉപദേശിച്ചിട്ടൊന്നും നേരെ ആവുന്നില്ല, ഞങ്ങളുടെ മക്കളിലുള്ള അക്രമാസക്തമായ കോപം, ഒരു കാര്യം പറയുമ്പോൾ തന്നെ വെട്ടെന്ന് മുറിരണ്ടെന്ന പോലെയാണ് മക്കൾ ഞങ്ങളോട് പെരുമാറുന്നത്. വീടിന് പുറത്തൊക്കെ വളരെ ശാന്തശീലരും സൗമ്യതയൊക്കെ ഉള്ളവരാണ്. എന്നാൽ മാതാപിതാക്കളോടും അധ്യാപകരോടൊക്കെ എല്ലാ മക്കൾ വളരെ രൂക്ഷമായിട്ടൊക്കെ പെരുമാറുന്നു. കർത്താവേ, ഇതിന് ഒരു പരിഹാരം ദൈവമേ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം മാതാപിതാക്കൾ പലരും നിസ്സഹായകരാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം കടുത്ത മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഭ്രാന്ത് പിടിക്കുന്ന യുവതിയുവാക്കന്മാർ, അതുപോലെ തന്നെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ജഡികാസക്തികളൊക്കെ അടിമപ്പെട്ട് ആ വിശുദ്ധി, ആ ശുദ്ധത, ആ പുണ്യത്തിൻ്റെ വില അറിയാതെ ജീവിക്കുന്ന യുവതിയുവാക്കന്മാർ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ, അച്ഛൻ, ഞങ്ങളുടെ മകള് മെഡിസിൻ, അവൾ MBBS ഒക്കെ കഴിഞ്ഞതാ, മിടുക്കിയായിരുന്നു വെച്ചാൽ, പക്ഷെ ഇപ്പോൾ അവള് ശുദ്ധത എന്ന പുണ്യം പരിപാലിക്കുന്നില്ല, ഏതോ ഒരു ലോകത്താണ്. അപ്പം ഇതിനൊക്കെ ഞാൻ ഉത്തരം തേടിയപ്പോൾ എൻ്റെ മനസ്സിൽ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു അഭിഷേകം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞു മക്കളെ മാതാവിന് പ്രതിഷ്ഠിക്കാനുള്ള ഒരു അഭിഷേകമാണ്. കാരണം ഞങ്ങളൊക്കെ കുഞ്ഞുനാളായിരിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അടിമ വെച്ചിട്ടുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അടുത്ത് അടിമ വെച്ചിട്ടുണ്ട്, വിശുദ്ധ അന്തോനീസിൻ്റെ അടുത്ത് അടിമ വെച്ചിട്ടുണ്ട്. ഈ അടിമ വെക്കുമ്പോഴൊക്കെ അമ്മമാർ പറയും, മോനെ, നീ ഇനി മാതാവിൻ്റെ ദാസനാണ്, നീ ഇനി വിശുദ്ധ അന്തോനീസിൻ്റെ ദാസനാണ്, വിശുദ്ധ സെബസ്ത്യാനോസ്, അർത്തങ്കലിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദാസനാണെന്നൊക്കെ അമ്മമാർ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇതേപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. അത്തരത്തിലുള്ളൊരു സംഭവമാണ് നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായത്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് 6 വയസ്സുള്ളപ്പോൾ അമ്മ പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയത്തിൽ കൊണ്ടുപോയി. ഒരു സെപ്റ്റംബർ 8-ാം തീയതി കുർബാനയ്ക്കൊക്കെ ശേഷം, മാതാവിൻ്റെ ജനന തിരുനാളാണ് അന്ന്, മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കുഞ്ഞിനെ അടിമ വെക്കണം. ഉടനെ അച്ഛൻ അടിമ വെക്കൽ ശുശ്രൂഷയുടെ പ്രാർത്ഥന ചെയ്തു. എന്നിട്ട് കുഞ്ഞിനെക്കുറിച്ച് അച്ഛൻ ആ അമ്മയോട് പറഞ്ഞു, സഹോദരി, ഇത് 6 വയസ്സേ ഉള്ളൂ നിൻ്റെ കുഞ്ഞിന്, പക്ഷേ ഈ കുഞ്ഞ് ഇന്നു മുതൽ നിൻ്റെതല്ല, ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ ദാസനാണ് നിൻ്റെ കുഞ്ഞ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജനന തിരുനാൾ ദിവസം ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ പള്ളിയിൽ ചെല്ലും. എന്നിട്ട് വീണ്ടും ആ അടിമ വയ്ക്കൽ ശുശ്രൂഷ വീണ്ടും വീണ്ടും ശക്തിപ്പെടാൻ വേണ്ടി വീണ്ടും അത് ചെയ്യും. എന്നിട്ട് കുഞ്ഞിനോട് പറയാം, കുഞ്ഞെ, നീ ഇതാ ഇപ്പോൾ പ്രായത്തിലും വിവേകത്തിലും ഒക്കെ വളർന്നു വരികയാണ്, നീ എപ്പോഴും ഓർക്കണം, നീ പരിശുദ്ധ അമ്മയുടെ ദാസനാണ്. ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ആൾത്താര വണക്കത്തിന് പോലും ഉയർത്തപ്പെടത്തക്ക രീതിയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ സഭയുടെ വിശുദ്ധ പദവി അലങ്കരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്.
അപ്പം നമ്മൾ ഈ സഭയുടെ ഈ ആയുധങ്ങൾ എടുത്തുപയോഗിക്കുന്നില്ല. നമ്മൾ വേണമെങ്കിൽ പേരിന് പോയി ഒരു അടിമവെക്കൽ ശുശ്രൂഷ പള്ളിപ്പെരുന്നാളിന് മാഗിപ്പള്ളിയിലോ ഇടപ്പള്ളി പള്ളിയിലോ ഇവിടെ പള്ളിക്കുന്ന് മാതാവിൻ്റെ പള്ളിയിലോ അർത്തിങ്കൽ പള്ളിയിലോ ഒക്കെ പോയി വെറൊരു ആചാരമല്ലത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ. ഇതാ വേറൊരു സംഭവം പറയാം. വിശുദ്ധ മാക്സിമില്യൻ കോൾബെ, റൈമണ്ട് എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. ഈ കുഞ്ഞിനെ അമ്മ വളർത്തിക്കൊണ്ട് വന്നത് വലിയ മരിയ ഭക്തിയിലാണ്. അപ്പോൾ ഈ മാക്സിമില്യൻ കോൾബെ വൈദികനായത് തന്നെ മരിയ ഭക്തിയുള്ള ഒരു കോൺഗ്രിഗേഷനിലാണ്. ഈ മാക്സിമില്യൻ കോൾബെ, റൈമണ്ട് എന്ന കുഞ്ഞ് പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ളതായിരുന്നു. ഒരിക്കൽ പരിശുദ്ധ കന്യകാമറിയം ഈ കുഞ്ഞിന് പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ 2 കിരീടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ചുവന്നത്, മറ്റൊന്ന് വെളുത്തത്. മാതാവ് ചോദിച്ചു, കുഞ്ഞെ, ഈ കിരീടങ്ങളിൽ ഏതാണ് നിനക്ക് വേണ്ടത്? ഒന്ന് ഓർക്കണം, രക്തസാക്ഷിത്വത്തിൻ്റെതാണ്. 2 വിശുദ്ധിയുടേതാണ്. അപ്പം ഈ കിരീടങ്ങൾ നിനക്ക് ഏത് വേണം? വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ ജീവിത ചരിത്രത്തിൽ എഴുതപ്പെട്ട ഈ കുഞ്ഞ് കഥയിൽ മാക്സിമില്യൻ കോൾബ എന്ന റൈമണ്ട് എന്ന കുഞ്ഞ് മാതാവിനോട് ചോദിച്ചു, മാതാവേ, എനിക്ക് 2 കിരീടങ്ങളും തരിക. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, പീഡന മുറകളുള്ള ക്യാമ്പിൽ തൻ്റെ ഒരു സഹതടവുകാരനെ രക്ഷിക്കാനായിട്ട് സ്വയം ജീവൻ കൊടുത്ത മാക്സിമില്യൻ കോൾബയ്ക്ക് പരിശുദ്ധ അമ്മ ആ 2 കിരീടങ്ങൾ കുഞ്ഞുനാളിൽ കൊടുത്തതിൻ്റെ വിശുദ്ധിയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും കിരീടമാണ് യഥാർത്ഥത്തിൽ മാക്സിമില്യൻ കോൾബ ഇന്ന് സഭയിൽ അലങ്കരിക്കുന്നത്. നോക്കിക്കേ, കുഞ്ഞുനാളിൽ ആ റൈമണ്ടിൻ്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ മരിയ ഭക്തിയിൽ, മാതൃഭക്തിയിൽ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ആ കുഞ്ഞിനെ വിശുദ്ധിയിലും സഭയുടെ ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നായ രക്തസാക്ഷിത്വത്തിലും, ഒരു അപരൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവൻ കൊടുത്ത, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ കുരിശിൽ തൂങ്ങി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് മാക്സിമില്യൻ കോൾബെ, റൈമണ്ട് എന്ന കുഞ്ഞ് ആ 2 കിരീടങ്ങൾ സ്വീകരിച്ചത് കുഞ്ഞുനാൾ മുതൽ മരിയ ഭക്തിയിലും വിശുദ്ധിയിലും വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ വഴിക്ക് നയിക്കണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ വളർന്ന് മദ്യത്തിന് അടിമയായി കഴിയുമ്പോൾ, മയക്കുമരുന്നിന് അടിമയായി കഴിയുമ്പോൾ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ട് കഴിയുമ്പോഴല്ല നാം ദൈവത്തെ അന്വേഷിച്ച് നടക്കേണ്ടത്. കുഞ്ഞുനാൾ മുതൽ തന്നെ ദൈവത്തെ കൊടുക്കുക, പരിശുദ്ധ അമ്മയെ കൊടുക്കുക. ദൈവത്തെ ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ, പരിശുദ്ധ അമ്മയെ വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഒരു ദുഷ്ടാരൂപിയും പ്രബലപ്പെടില്ല. ഒരാസക്തിയും ഒരു ബന്ധനവും അവരുടെ ജീവിതത്തിൽ പ്രബലപ്പെടില്ല. അവരെ വിശുദ്ധിയുടെ മാർഗങ്ങളിലൂടെ നടക്കുമെന്ന് ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കാം. മറ്റൊരു സംഭവത്തിലേക്ക് കടക്കുക. ഇത് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയാണ്. വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ കുഞ്ഞുനാൾ മുതൽ തന്നെ വലിയ പ്രഭുകുടുംബത്തിൽ പിറന്നതാണെങ്കിലും അദ്ദേഹം എളിമയിലും വിശുദ്ധിയിലും മരിയ ഭക്തിയിലും വളർന്നു വരികയാണ്. അങ്ങനെയാണ് ഈശോ സഭയിൽ ചേരാനുള്ള വലിയ ദൈവവിളി വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയ്ക്ക് ലഭിക്കുകയും ആ ദൈവവിളി സ്വീകരിക്കുന്നതിൻ്റെ തീരുമാനമെടുക്കുന്ന ദിവസം വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ പരിശുദ്ധ അമ്മയുടെ മുൻപിലേക്ക് ചെന്നു. അമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് വേണ്ടത് ശുദ്ധത എന്ന പുണ്യമാണ്. ജഡികാസക്തി, പാപാസക്തി,
അധാർമികതയിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണം, പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി എൻ്റെ ശുദ്ധത, എൻ്റെ വിശുദ്ധി, എൻ്റെ ബ്രഹ്മചര്യം, കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ജീവിതാന്തസ്സിൽ ഒരുങ്ങുന്നവർക്കും ഉണ്ട് വിശുദ്ധിയും ബ്രഹ്മചര്യവും. അതായത് ആ ജീവിതാന്തസ്സിലേക്ക് എത്തുന്നത് വരെ ശുദ്ധിയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി ശുദ്ധത കാത്തു സൂക്ഷിക്കണമെന്ന് വചനം ആഗ്രഹിക്കുകയാണ്, സഭ ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ കുഞ്ഞുനാൾ മുതൽ തന്നെ ആ വിശുദ്ധിയും ശുദ്ധതയും മാതാവിന് സമർപ്പിക്കുക. ഉടനെ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ ജീവിതചരിത്രം പഠിപ്പിക്കുകയാണ്. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മകനെ നീ ധൈര്യമായിരിക്കും. മാതാവ് പറഞ്ഞു, മകനെ നീ ധൈര്യമായിരിക്കും. ഏറ്റവും ചെറിയ പ്രലോഭനങ്ങളിൽ പോലും അകപ്പെടാതിരിക്കാൻ നിന്നെ ഞാൻ എൻ്റെ നീല മേലങ്കി കൊണ്ട് പുതപ്പിച്ചുകൊള്ളും. നീ ഒരുപാട് പ്രലോഭനങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, പക്ഷെ നീ വീഴാതിരിക്കാനായിട്ട് എൻ്റെ നീല മേലങ്കി കൊണ്ട് ഞാൻ നിന്നെ പുതപ്പിച്ചുകൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആസക്തികൾക്കും ബന്ധനങ്ങൾക്കും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഇതേപോലുള്ള പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ക്രൈസ്തവ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എന്നതിൻ്റെ തെളിവുകളാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെയും മാക്സിമില്യൻ കോൾബയുടെയൊക്കെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബ്രിജിറ്റിൻ്റെ, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ വലിയ മര്യഭക്തിയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഈ കുഞ്ഞിന് 7 വയസ്സ് വരെ കുഞ്ഞിന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് 7 വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് വലിയൊരു ദിവ്യ ദർശനം ഉണ്ടാകുകയാണ്. അതായത് വലിയ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ, നമുക്കറിയാം ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, ഇതേപോലെ വലിയ തേജസ്സോടെ ഒരത്ഭുത സ്ത്രീ ഈ കുഞ്ഞിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കുഞ്ഞിന് മനസ്സിലായി അത് പരിശുദ്ധ മറിയമാണെന്ന്. അവളോട് ചോദിച്ചത്, ഇതാ കുഞ്ഞ്, എൻ്റെ കയ്യിൽ നല്ല മനോഹരമായ ഒരു കിരീടമുണ്ട്, വിശുദ്ധിയുടെ കിരീടമാണത്, നിനക്കത് വേണോ? മാതാവ് ചോദിച്ചു. അതുവരെ മിണ്ടാൻ പറ്റാതിരുന്ന കുഞ്ഞാണ് വിശുദ്ധ ബ്രിജിറ്റ്. കുഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു, ഉവ്, എനിക്ക് വേണം. ആ നിമിഷം കുഞ്ഞിൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് കുഞ്ഞിന് സംസാരത്തിനുള്ള കഴിവ് കിട്ടുകയാണ്. നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളെ മരിയ ഭക്തിയിൽ, ദൈവഭക്തിയിൽ, പ്രാർത്ഥനയിൽ, മറ്റെല്ലാറ്റിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പല കുടുംബങ്ങളും നമ്മൾ കാണുന്നത് ദൈവത്തെ കൊടുക്കുന്നതിന് പകരം അവർക്ക് മറ്റെല്ലാം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അവർ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കും, കമ്പ്യൂട്ടർ കൊടുക്കും, ഫോൺ കൊടുക്കും. പക്ഷേ ദൈവത്തെ കൊടുക്കാത്തത് കൊണ്ട് പല മക്കളുടെയും പിന്നീടുള്ള ജീവിതം ദുരന്ത കഥയായിട്ട് മാറുന്നുണ്ട്, കൃപയില്ലാത്ത, അഭിഷേകമില്ലാത്ത ജീവിതമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ജീവിതമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ ആ രോഗാവസ്ഥകളിൽ വരെ മാതാവ് ഇടപെടുന്നതായിട്ട് കാണുകയാണ്. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു സംഭവം, ഒരിക്കൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് വിശുദ്ധ ബ്രിജിറ്റിനെ കൂട്ടിക്കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ മോള് നല്ല എളിമയുള്ളവളാണ്, ഇവള് വിശുദ്ധിയുള്ളവളാണ്, ഇവൾക്ക് 3 കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. 1, ഇവൾക്കൊരു സ്വർഗീയ വസ്ത്രം കൊടുക്കണം. എന്നിട്ട് മാതാവ് പറഞ്ഞു, അത് ശുദ്ധതയാണ്, ശുദ്ധത, നിർമ്മല മനസ്സ്, അതായത് തിന്മകളിൽ നിന്നും, പാപത്തിൽ നിന്നും, ജഡികാസക്തികളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന വിശുദ്ധിയുടെ നിറകുടമാക്കണം. അതാണ് ശുദ്ധത, 1ാമത്തെ അനുഗ്രഹം. ഈശോയോട് പറഞ്ഞു, ഈശോ 3 അനുഗ്രഹം കൊടുക്കണം, 3 കാര്യങ്ങൾ കൊടുക്കണം. 1, അവൾക്ക് ശുദ്ധത കൊടുക്കണം, സ്വർഗത്തിൻ്റെ വസ്ത്രമാണത്. 2, മാതാവ് പറഞ്ഞു, നിന്റെ ശരീരം കൊടുക്കണം, പരിശുദ്ധ കുർബാന. പരിശുദ്ധ അമ്മ തന്നെ
ഈശോയെ വിശുദ്ധ ബ്രിജിറ്റിന് കൊടുക്കുക, പരിശുദ്ധ കുർബാന. മൂന്നാമത്തേത് ആത്മാവില് എരിയുന്ന തീഷ്ണത. സുവിശേഷത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, വരങ്ങൾക്ക് വേണ്ടി, പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാവിലുള്ള എരിയുന്ന തീഷ്ണതയാണ് ബ്രിജിറ്റിന് കൊടുക്കേണ്ടത്. നമുക്ക് വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ജീവിതം നമുക്കറിയാം. ഇത് മൂന്നും നൽകപ്പെട്ട് അനുഗ്രഹമുള്ള ജീവിതമായി വിശുദ്ധ ബ്രിജിറ്റിൻ്റേത്. നാം ഈ പ്രാവശ്യത്തെ എപ്പിസോഡിലൂടെ കടന്നുപോയത് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്രകാരം വളരണമെന്ന് പഠിപ്പിക്കാനാണ്. വളർന്നു കഴിഞ്ഞ് അവർ പാപത്തിന്, ശാപത്തിന്, ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടതിന് ശേഷം അവരെ രക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുനാളിൽ തന്നെ പരിശുദ്ധ മറിയത്തെ കൊടുത്ത് അവരെ വിശുദ്ധിയിൽ, ദൈവകൃപയിൽ, ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കലാണ്. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.